മൂപ്പര് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം കഫറൂ ബി റബ്ബിഹിം എന്ന് പറഞ്ഞാല് അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്നല്ല, പിന്നെ പരലോകത്തിൽ അവിശ്വസിച്ചു എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന എന്നാൽ പരലോകമേ ഗുണം തരണേന്നാണോ, റബ്ബ് തന്നെ പരലോകാണോ എന്ന് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിന് മൂപ്പര് ഇപ്രാവശ്യം എന്താ ചെയ്തോ, എന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ആദ്യ ഭാഗം എടുത്ത് ബാക്കിലിട്ടിട്ട് ബാക്കിലുള്ള ഭാഗം എടുത്ത് അപ്പുറത്തിട്ട് മധ്യത്തിലുള്ള ഭാഗം കട്ടളഞ്ഞിട്ട് മൂപ്പര് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് 3 പ്രാവശ്യം എടുത്ത് കേൾപ്പിച്ചിട്ട് പേരോട് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നിട്ട് മൂപ്പര് കുറെ കളി കളിച്ചു. അത് നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാണെങ്കിൽ ഒന്ന് ശരിക്കൊന്ന് മനസ്സിലായിക്കോളി. മൗലവിന്റെ ആ അടവുകള് പൊട്ടിപ്പൊളിയുന്നത് കണ്ടോളൂ, മൗലവിയുടെ അടവുകള് പൊട്ടിപ്പൊളിയുന്നത് കണ്ടോളൂ, അട്ടിമറികൾ പൊട്ടിത്തകരുന്നത് കണ്ടോളൂ. ഒന്ന് വെച്ചു കൊടുക്കുമോനെ. ഫസ്റ്റ് ആദ്യം പറഞ്ഞു എന്നിട്ട് മൂപ്പര് പറയുന്നു വെച്ചു കൊടുക്ക്. പേരോട് ആദ്യം പറഞ്ഞു റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലവി അർത്ഥം വെച്ച് പരലോകാണ്. പേരോട് ആദ്യം പറഞ്ഞു റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലവി അർത്ഥം വെച്ച് പരലോകാണ്. പച്ചക്കള്ളാണ്. ആദ്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആദ്യം പറഞ്ഞു എന്താണെന്ന് വെച്ചു കൊടുക്കുമോനെ, എന്നെ ക്ലിപ്പ് വെച്ചു കൊടുക്കുക. ആദ്യം പറഞ്ഞു അഫറൂബി റബ്ബിഹിം എന്നല്ലേ ഖുർആൻ അല്ലാഹു പറഞ്ഞു. അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ? അള്ളാഹുവിൽ അവിശ്വസിച്ചു. മൗലവിന്റെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? നേതാക്കന്മാർ വെച്ച അർത്ഥം അക്കൂട്ട് തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. റബ്ബ് തന്നെ അള്ളാഹു തന്നെയാണല്ലോ. അപ്പോ നിങ്ങൾ എല്ലാരും വെച്ച അർത്ഥം കഫറൂബി റബ്ബിഹിം എന്നതിന് തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരെത്രയെന്നാണ്. ഖുർആൻ അർത്ഥം പറയുമ്പോൾ അവരെങ്ങനെ ചെയ്യാനൊക്കെ എന്നെ അർത്ഥം വെച്ചത്, പിന്നെ ഇങ്ങോട്ടത്ത് വ്യാഖ്യാനിച്ചിട്ട് വിടക്കാക്കാണ് ഞാൻ സംഭവം. അപ്പൊ ഇത് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ഇതാ പറഞ്ഞു, എന്റെ ക്ലിപ്പ് എടുത്ത് പരിശോധിക്കട്ടെ. ആര് പരിശോധിച്ചാൽ ആദ്യം ഞാൻ പറഞ്ഞു ഇതാണ്. പക്ഷേ മൂപ്പരെന്ത് ചെയ്തു, റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലവി അർത്ഥം വെച്ച് പരലോകാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞതെന്ന് മൂപ്പര് പറഞ്ഞു. പച്ചക്കള്ളാണ്. സത്യത്തിൽ ആദ്യം ഞാൻ പറഞ്ഞു നിങ്ങളിപ്പോ കേട്ട പാചകമാണ്. എനിക്ക് കേട്ടോ മൗലവിന്റെ 2ാം കളവ്. മൂപ്പര് പറയാണ് ഈ രാവ് കൊണ്ട് കുറച്ച് മുമ്പ് പറഞ്ഞത് റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലവിക്ക് പരലോകമാണ്. അതും കളവാണ്, അതും കളവാണ്. അവൻ വെച്ചുകൊടുത്താമനെ മൗലവിന്റെ കളവ്. ഈ നാവുകൊണ്ട കുറച്ച് മുമ്പ് പറഞ്ഞത് റബ്ബ് എന്ന് പറഞ്ഞാൽ മൗലവിക്ക് പരലോകാണ്. മുമ്പല്ല പറഞ്ഞു, ശേഷാ പറഞ്ഞു. മൂപ്പരി എന്നെ പരിഹസിക്കാൻ വേണ്ടി ക്ലിപ്പ് തിരിച്ചു മറിച്ചു വിട്ടിട്ട് പറയുന്ന കളവുകളാണ്. ഇനി അത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അവിടെ എന്താ ഉണ്ടായതെന്ന് ചോദിച്ചാല് സത്യത്തിലുണ്ടായത് എന്താണ്? മൗലവി അർത്ഥം വെച്ചത് എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. പിന്നെ മൗലവിയുടെ ദുർവ്യാഖ്യാനം എന്താണെന്ന് കേൾപ്പിക്കുകയും മൗലവിയുടെ ദുർവ്യാഖ്യാനം അനുസരിച്ചുള്ള അർത്ഥം എന്താണെന്ന് വിവരിക്കുകയാണ് ചെയ്തത്. അവന് വെച്ചോട്ടാമനെ അഫറൂബി റബ്ബിഹിം എന്നല്ലേ ഖുർആൻ അല്ലാഹു പറഞ്ഞു. അതിന് മൗലവി എന്ന് വെച്ച അർത്ഥം എന്താ? അള്ളാഹുവിൽ അവിശ്വസിച്ചു. മൗലവിന്റെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? നേതാക്കന്മാർ വെച്ച അർത്ഥം അക്കൂട്ട് തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. റബ്ബ് തന്നെ അള്ളാഹു തന്നെയാണല്ലോ. അപ്പോ നിങ്ങൾ എല്ലാരും വെച്ച അർത്ഥം കഫറൂബി റബ്ബിഹിം എന്നതിന് തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരെത്രയെന്നാണ്. എന്നാലേ ചേച്ചേട്ടിയിൽ വന്നിട്ടേ മൗലവി എന്താ പറഞ്ഞറിയോ, അവിടെ കഫറു എന്ന് പറഞ്ഞാല് കഫറൂബി റബ്ബിഹിം എന്ന് പറഞ്ഞാല് ആഖിറത്തിൽ അവിശ്വസിച്ചു എന്നാണ്. ഇങ്ങനെ പാരത്രിക ലോകത്തിൽ അവിശ്വസിച്ചു എന്നാണ് എന്തിന്റെ അർത്ഥം? കഫറൂബി റബ്ബിഹിം എന്നതിന്റെ അർത്ഥം. അതൊന്ന് കേൾപ്പിച്ചോട്ടാവനെ. പിന്നെ ഇവിടെ കഫറു എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് അള്ളാഹുവിനെ പറ്റി എല്ലാം വിശ്വസിച്ചു എന്ന് വിചാരിക്കുക. പക്ഷെ ആള് പറഞ്ഞു എന്ത്? പരലോകം ഉണ്ടാവില്ല, മരണാനന്തര ജീവിതം ഉണ്ടാവില്ല എന്നൊരാൾ നിഷേധിച്ചാലോ അവനീ കാഫിർ തന്നെ പറയാം. അപ്പൊ അവൻ അള്ളാഹനെ നിഷേധിച്ചതുകൊണ്ടല്ല അവന് കാഫിർ എന്ന് വന്നത്. അള്ളാഹനെ നിഷേധിച്ചുകൊണ്ടല്ല കാഫിർ, പിന്നെ പരലോകം നിഷേധിച്ചുകൊണ്ടാണ്. അപ്പൊ കഫറൂബി റബ്ബിഹിം എന്നുള്ളതിന്റെ അർത്ഥം എന്താ മൗലവി? കഫറൂബി റബ്ബിഹിം, അവർ പരലോകം കൊണ്ട് അവിശ്വസിച്ചവരത്രേ. അതെന്തേ നിങ്ങളെ പരിഭാഷയിൽ അങ്ങനെ എഴുതാതിരുന്നത്? എന്തേ നിങ്ങളെ പരിഭാഷയിൽ പരലോകം കൊണ്ട് അവിശ്വസിച്ചവര് എഴുതാതിരുന്നത്? നിങ്ങളെ നാവ് കൊണ്ട് എന്തേ അങ്ങനെ അർത്ഥം പറയാതിരുന്നത്? കണ്ടോ, നിങ്ങളെ നാവ് കൊണ്ട് എന്തേ അങ്ങനെ അർത്ഥം പറയാതിരുന്നത്? പിന്നെ വ്യാഖ്യാനിച്ച് വിടക്കാക്കിയതാണ്. എന്നിട്ട് മൗലവി ഇവിടെ വന്നിട്ട് പച്ചക്കള്ളം പറയുന്നു. അത് വെച്ചുകൊടുക്കും. മൗലവിയുടെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? റബ്ബിൽ വിശ്വസിച്ചു. മൗലവിയുടെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? റബ്ബിൽ വിശ്വസിച്ചു. മൗലവിയുടെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? റബ്ബിൽ വിശ്വസിച്ചു. മൗലവി ഇപ്പൊ പറഞ്ഞെന്താണ്? മൗലവിയുടെ നേതാക്കള് റബ്ബിൽ വിശ്വസിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്നാ പറഞ്ഞത്. ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞെന്തറിയോ? റബ്ബിൽ അവിശ്വസിച്ചവരെത്രയെന്ന് പറഞ്ഞു എന്നാ. അത് വെച്ചുകൊടുത്താ മൗലവിന്റെ നേതാക്കന്മാർ വെച്ച അർത്ഥം എന്താ? നേതാക്കന്മാർ വെച്ച അർത്ഥം അക്കൂട്ട് തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. കണ്ടോ, ഞാൻ പറഞ്ഞ അവിശ്വസിച്ചവരത്രേ. മൗലവി പറഞ്ഞതോ? മൗലവി പറഞ്ഞത് റബ്ബിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. പച്ചക്കള്ളം. മൗലവി പറഞ്ഞ വ്യാഖ്യാനം
മൗലവി പറഞ്ഞ വ്യാഖ്യാനം എന്താണെന്ന് അയാൾ എന്നെ സമ്മതിക്കുന്നത് കേട്ടോളി. പരലോകം അയാൾ വ്യാഖ്യാനിച്ചത് അയാൾ എന്നെ സമ്മതിക്കുന്നത് കേട്ടോളി. വെച്ചുകൊടുക്കുമനെ അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്ന് തന്നെയാണ് പറയാ ഒരാൾ എന്ത് നിഷേധിച്ചാൽ. കാഫിറായി അള്ളാഹനെ നിഷേധിച്ചു എന്ന് തന്നെ പറയും ഒരാൾ പരലോകത്തെ നിഷേധിച്ചാൽ. ഇതാ ഞാനവിടെ പറഞ്ഞത്. കേട്ടില്ല നിങ്ങള്? മൂപ്പർ പറഞ്ഞ എന്താന്ന് മൂപ്പരെന്നെ വിശദീകരിച്ചു. കാഫിറായി അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്നാ പറയാ പരലോകത്തിനെ അവിശ്വസിച്ചാൽ. ഇത് അയാൾ എന്നെ സമ്മതിച്ചു. അയാൾ വ്യാഖ്യാനിച്ച എങ്ങനെയാണ്? എന്നിട്ട് മൂപ്പര് പറയുന്നത് റബ്ബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം പരലോകമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അയാൾ എന്നെ നിഷേധിക്കുന്നു. അതൊന്ന് വെച്ചുകൊടുത്തേ. റബ്ബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം പരലോകമാണ്, റബ്ബ് എന്നാൽ അർത്ഥം പരലോകമാണ് എന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞില്ല. എന്നാ ഇപ്പൊ പറയും. ഇനി രണ്ടു കൂട്ടൊന്ന് വെച്ചു കൊടുത്തവനെ. റബ്ബ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം പരലോകമാണ്, റബ്ബ് എന്നാൽ അർത്ഥം പരലോകമാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ അള്ളാഹനെ നിഷേധിച്ചു എന്ന് തന്നെ പറയും ഒരാൾ പരലോകത്തെ നിഷേധിച്ചാൽ. ഇതാ ഞാനവിടെ പറഞ്ഞത്. ഈ അള്ളാഹനെ നിഷേധിച്ചു എന്ന് തന്നെ പറയും ഒരാൾ പരലോകത്തെ നിഷേധിച്ചാൽ. ഇതാ ഞാനവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞ മൂപ്പർ അവിടെ സമ്മതിക്കുകയാണ്.